ഇവിടെ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ. സാറ്റർഡേ ആണെന്ന് പറഞ്ഞറിയിക്കാത്തല്ല നിങ്ങൾക്ക് എൻ്റെ മോൻ കണ്ടാൽ മനസ്സിലാവും. അത്രയും സന്തോഷമുണ്ട്, കാരണം ഇന്ന് ജോലി ചെയ്യണ്ടല്ലോ. അപ്പം പിന്നെന്താ, ഇന്ന് രാവിലെ ഞാൻ മനുവിനെ അബാക്കസിന് കൊണ്ടുപോകണം. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. മിസ്റ്റർ വിനോദ് ഒരു ബോയ്സ് ട്രിപ്പിന് പോയത് കാരണം എൻ്റെ ഡ്യൂട്ടിയാണ് ഇന്ന് അബാക്കസിന് കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ നല്ല വെതറാണെന്ന് പുറത്ത് കേട്ടോ. നല്ല വെതറൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനൊരു റീസണുണ്ട്. ഇവിടെ ആണ്ടിനും സംക്രാന്തിക്കൊക്കെ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നല്ല വെതർ കിട്ടാറുള്ളൂ. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അത് കാരണം നല്ല വെതറാണ്. പിന്നെന്താ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വ്ളോഗിന് നമുക്കൊരു സാറ്റർഡേ വ്ളോഗ് ഇടാം, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് വ്ളോഗാണിത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റെഡിയായി മനുവിനെ അബാക്കസിന് കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന സമയങ്ങളിലാണ് കേട്ടോ അവൻ്റെ സ്കൂളിലെയും ക്ലാസ്സിലെയും എല്ലാ വിശേഷങ്ങളും എന്നെയായിട്ട് ഷെയർ ചെയ്യുക. സാധാരണ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് സ്കൂളെന്ന് ചോദിച്ചാൽ അവൻ ഒറ്റ വാക്കിൽ അങ്ങ് ആൻസർ കൊടുക്കും, ഗുഡ് എന്നും പറഞ്ഞിട്ട്. അബാക്കസ് കഴിഞ്ഞ വഴിക്ക് നമ്മുടെ കാറ് പറയുന്നു ടയറിൽ പ്രഷർ ഇല്ലയെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തനിയെ തന്നെ ചെയ്യണം കേട്ടോ. ടയറിൽ പ്രഷർ അടിക്കുന്നതും അതുപോലെ തന്നെ പെട്രോൾ അടിക്കുന്നതും എല്ലാം നമ്മൾ. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ പോവുക, കാറ് പാർക്ക് ചെയ്യുക, പേ ചെയ്യുക, ടയറിൽ പ്രഷർ അടിക്കുക. പെട്രോൾ പമ്പിലും സെയിം കോൺസെപ്റ്റാണ് കേട്ടോ. നമ്മൾ അത് പെട്രോളാണോ ഡീസലാണോ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, പോയി അത് ഫില്ല് ചെയ്യുക, അതിനുശേഷം പേ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിത് ആക്ച്വലി നല്ലതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കും, എല്ലാം നമുക്ക് തന്നെ ചെയ്യാം. എല്ലാവർക്കും അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. അബാക്കസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. മനുവിനൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ അവിടെ ആക്കിയിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങി. നമ്മളിവിടെ അടുത്തുള്ളൊരു സെൻറ്ററത്തിലാണ് കേട്ടോ പോയത്. അവിടെ ഒരു ടർക്കി ഷോപ്പിൽ ആദ്യം പോയി. ആക്ച്വലി ടർക്കി ഷോപ്പിലും ചൈനീസ് ഷോപ്പിലൊക്കെ ഇവിടെ നമുക്ക് എല്ലാ ഇന്ത്യൻ ഗ്രോസറീസും അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പിലും പോയി കേട്ടോ. ഇന്ത്യൻ ഷോപ്പാണ്, അവിടെയും പോയി അത്യാവശ്യം ഇന്ത്യൻ ഗ്രോസറീസൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 മണിക്കൂർ ഇതാന്ന് പറയുമ്പോഴേക്കും പോയി. പിന്നെ ഞങ്ങൾ മനുവിനെ വീണ്ടും പിക്ക് ചെയ്യാനായിട്ട് പോയി. അവിടെ പോയപ്പോഴേക്കും ഓൾമോസ്റ്റ് പാർട്ടി എല്ലാം തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റോറിൽ പോയപ്പോൾ പഞ്ചാബി സമൂസ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാ ചായ വേണോ? ഞങ്ങൾ ഇവിടെ വീട്ടിലൊക്കെ വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല, ചായ എനിക്കൊരു അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. തലവേദനയൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ തലവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും. എനിക്കറിഞ്ഞൂടെ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. നിങ്ങൾക്കും അങ്ങനെയാണോ? ബൈ ദ വേ, ഇതൊരു ഫ്രോസൺ സമൂസയാണ് കേട്ടോ. എന്നാലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ചായയും സമൂസയൊക്കെ കഴിച്ച് ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മനുവിനെ എല്ലാം പിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, സമൂസയൊക്കെ മേടിച്ച് വന്ന് കഴിച്ച് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത്, ഇവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരാറുണ്ട് കേട്ടോ. ഈ കുറച്ച് ഫ്രണ്ട്സിന് അവരുടെ ഫുഡെല്ലാം കഴിഞ്ഞു, കാലിയായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം. ഈ കാണുന്നതാണ് കേട്ടോ ബേഡ്സിനുള്ള ഫുഡ്. അപ്പോൾ അത് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മളവിടെ വെക്കും. വെച്ചതേ ഉള്ളൂ കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, വിസിറ്റേഴ്സൊക്കെ ആയി. ഗസ്റ്റ് വീട്ടിൽ വന്നു, ഫുഡ് കഴിച്ചു തുടങ്ങി. ഒരാൾ താഴെ നിൽപ്പുണ്ട്, ഒന്നല്ലാതെ 2-3 നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ
അവിടുന്ന് ടർക്കി ഷോപ്പിൽ പോയിട്ടോ നമ്മൾ നേന്ത്രപ്പഴം മേടിക്കാനായിട്ട്. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം. അവരിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ മനുവിന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ടർക്കി ഷോപ്പിൽ നിന്ന് നേന്ത്രപ്പഴം ഇന്ത്യൻ ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് മനുവിനും പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഒരു സാറ്റർഡേ. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഗാർഡനിൽ നല്ല വെതറാന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അപ്പോൾ നല്ല വെയിലായിരുന്നു. അത് കാരണം തന്നെ നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ വാടിയിരിക്കുവാണ്. ഇത് നോക്കി. അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം കൊടുത്ത് ഡിന്നറും കഴിച്ച് സാറ്റർഡേ അങ്ങനെ കഴിഞ്ഞു. നാളെ സൺഡേ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ, സാറ്റർഡേ കഥ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ